എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സത്യം പറഞ്ഞാൽ വളരെ ശക്തമായ ഒന്നാണ്: നമ്മുടെ വാക്കുകളുടെ ശാസ്ത്രം. നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും നമ്മുടെ ചുറ്റുപാടുകളെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം, അല്ലേ? അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നാം. പക്ഷെ ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അവിടുത്തെ സമാധാനത്തെ ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത്? ഇതൊരു പേഴ്സണൽ ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം മാത്രം മതി നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതായത്, നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കിനും രണ്ട് ഓപ്ഷനുകളേ ഉള്ളൂ. ഒന്നുകിൽ അത് നമ്മുടെ വീടിനെ, നമ്മുടെ ബന്ധങ്ങളെ കത്തിച്ചു കളയുന്നൊരു വിനാശകാരിയായ ശക്തിയാകാം, അല്ലെങ്കിൽ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും ആ വീടിനെ അലങ്കരിക്കുന്ന ഒരു സൃഷ്ടിപരമായ ശക്തിയാകാം. ഇതിനിടയിലൊരു വഴിയുമില്ല. ഒന്നുകിൽ കത്തിക്കും, അല്ലെങ്കിൽ അലങ്കരിക്കും. അപ്പോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്ന്. അല്ല, ഇതിന്റെ പിന്നിൽ കൃത്യമായൊരു ശാസ്ത്രമുണ്ട്. വാക്കുകളുടെ ഊർജ്ജത്തെക്കുറിച്ചുള്ള, അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തുന്നതെന്നതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രം. നമുക്ക് അതിലേക്കൊന്ന് കടന്നു നോക്കാം. ഇനി പറയാൻ പോകുന്നതാണ് ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വാക്കുകൾ എന്നു പറയുന്നത് വെറും അർത്ഥങ്ങൾ മാത്രമല്ല, അവ വൈബ്രേഷൻസ് ആണ്, അതായത് കമ്പനങ്ങളാണ്. നമ്മൾ വിചാരിക്കും വാക്കുകൾ കുറെ അക്ഷരങ്ങളാണെന്ന്. അല്ല, ഓരോ വാക്കും അതിൻ്റെതായ ഒരു എനർജി, ഒരു ഊർജം പുറത്തുവിടുന്നുണ്ട്. അപ്പോ എന്താണ് ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ടു നടക്കുന്ന ഒരു എനർജിയാണത്. നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി പുറത്തുവരുന്നു. നേരെ മറിച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിലോ ഒരു നെഗറ്റീവ് എനർജി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ എനർജി നേരെ ചെന്ന് തറയ്ക്കുന്നത് കേൾക്കുന്ന ആളുടെ മനസ്സിലാണ്. ഇതിനൊരു നല്ല ഉദാഹരണമുണ്ട്. ഒരു വീട്ടില് ഒരു ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ആ വീടിന്റെ മുഴുവൻ സിസ്റ്റവും തകരാറിലാവും, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു കഠിനമായ വാക്ക്. ഒരൊറ്റ മോശം വാക്ക് മതി ആ വീട്ടിലെ സമാധാനവും സന്തോഷവുമെല്ലാം ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ കത്തിത്തീരാൻ. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ വിനാശകരമായ എനർജിയെ നമുക്കെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? വഴിയുണ്ട്. അതിനൊരു സുവർണ്ണ നിയമം തന്നെയുണ്ട്. നമ്മുടെ സംസാരത്തെയും അതുവഴി നമ്മുടെ ജീവിതത്തെ തന്നെയും ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പുരാതന തത്വമാണത്. ഈ തത്വത്തിന് ഒരു പ്രത്യേക നമ്പർ തന്നെയുണ്ട്, ഒരു പുരാതനമായ ജ്ഞാനത്തിന്റെ ഭാഗമായിട്ട്. സൂത്രം 01208. ഇത് കേട്ടിട്ട് പേടിക്കണ്ട, ഇതൊരു മാജിക് കോഡോ രഹസ്യമോ ഒന്നുമല്ല. മറിച്ച് ഈ ആശയം എത്രത്തോളം പ്രധാനപ്പെട്ടതും ആഴത്തിലുള്ളതുമാണെന്ന് കാണിക്കാനുള്ള ഒരു അടയാളം മാത്രം. ഇത് കാലങ്ങളായി നിലനിൽക്കുന്നൊരു സത്യമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത്രയുള്ളൂ. നമ്മളിൽ പലരും വിചാരിക്കുന്നത് മധുരമായി സംസാരിക്കുന്നത് ഒരു നല്ല ശീലമാണ്, അല്ലെങ്കിൽ ഒരു മര്യാദയാണ് എന്നൊക്കെയാണ്. എന്നാൽ സത്യമതല്ല. സംസാരത്തിലെ മാധുര്യം എന്നു പറയുന്നത് വെറുമൊരു മര്യാദയല്ല. അത് ഊർജത്തിന്റെ, എനർജിയുടെ ശരിയായ വിതരണമാണ്. നിങ്ങളുടെ നല്ല ഊർജം മറ്റൊരാൾക്ക് പങ്കുവയ്ക്കുന്ന ഒരു പ്രവൃത്തിയാണത്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണം ഇതാണ്. നമ്മുടെയൊക്കെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അതിന് ബാറ്ററി ഉള്ളതുപോലെ മനുഷ്യർക്കും ഒരു എനർജി ബാറ്ററിയുണ്ട്. നിങ്ങൾ കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ ആ എനർജി ബാറ്ററിയെ ഊറ്റിക്കളയുകയാണ്. അവരെ അത് വല്ലാതെ തളർത്തിക്കളയും. എന്നാൽ സ്നേഹത്തോടെയുള്ള വാക്കുകളോ? അത് നേരെ തിരിച്ചാണ്. അത് അവരുടെ ബാറ്ററിയെ റീചാർജ് ചെയ്യും. അവർക്ക് കൂടുതൽ ഉണർവും ഊർജവും നൽകും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? അതിന് വളരെ സിമ്പിളായ ഒരു ടൂളുണ്ട്. നമുക്കിതിനെ സംസാരിക്കുന്നതിന് മുമ്പുള്ളൊരു ഫിൽറ്റർ എന്ന് വിളിക്കാം. ഈ ഫിൽറ്റർ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. വെറും 3 സ്റ്റെപ്പുകൾ. 1. എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് നിർത്തുക, ഒരു പോസ് എടുക്കുക. 2. ഞാൻ പറയാൻ പോകുന്ന ഈ വാക്ക് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നൊന്ന് ചിന്തിക്കുക. 3. നല്ലൊരു ഉദ്ദേശത്തോടെ മാത്രം സംസാരിക്കുക. സിമ്പിളല്ലേ? നിർത്തുക, ചിന്തിക്കുക, പിന്നെ സംസാരിക്കുക. ആ ഫിൽറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈയൊരു ചോദ്യമാണ്. സംസാരിക്കുന്നതിനു മുൻപ് നിങ്ങളോട് തന്നെ ചോദിക്കുക: ഞാൻ പറയാൻ പോകുന്ന ഈ വാക്ക് ഒരു മുറിവ് ഉണക്കാനാണോ, അതോ പുതിയൊരു മുറിവുണ്ടാക്കാനാണോ സഹായിക്കുക? സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ ചോദ്യം മതി നമ്മുടെ സംസാരത്തെ മുഴുവനായി മാറ്റിയെടുക്കാൻ. അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളെല്ലാം എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? എല്ലാം അവസാനം വന്ന് നിൽക്കുന്നത് ഒരൊറ്റ പോയിന്റിലാണ്:
നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷവും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായ ബന്ധത്തിൽ. വളരെ മനോഹരമായ ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങളുടെ വാക്കുകളെ പുറത്തേക്ക് വിടുന്നതിനു മുൻപ് അവയെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആർദ്രതയിലൊന്നും മുക്കിയെടുക്കുക. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, എന്ത് രസമുള്ളൊരു സങ്കല്പമാണെന്ന്. അങ്ങനെ ഹൃദയത്തിലെ സ്നേഹത്തിൽ മുക്കിയെടുത്താൽ പിന്നെ പുറത്തുവരുന്ന ഓരോ വാക്കും മധുരമുള്ളതായിരിക്കില്ലേ? അതുകൊണ്ട് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ശില്പി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വാക്കുകൾ എന്ന ആ ഉപകരണം വെച്ച് നിങ്ങൾക്ക് സമാധാനം നിറഞ്ഞ ഒരു വീട് പണിയാം, അല്ലെങ്കിൽ കലഹവും ദുഃഖവും നിറഞ്ഞ ഒരിടമാക്കി മാറ്റാം. ആ തീരുമാനം, ആ അധികാരം പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. അപ്പോ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എന്ത് നിർമ്മിക്കാനാണ് പോകുന്നത്? സ്നേഹം കൊണ്ട് അലങ്കരിച്ചൊരു വീടാണോ, അതോ വേദനയുടെ തീനാളങ്ങൾ കൊളുത്തിവെച്ചൊരിടമാണോ? ഒന്നി ചിന്തിക്കൂ. കാരണം നിങ്ങളുടെ ഓരോ വാക്കിനും അതിനുള്ള ശക്തിയുണ്ട്.